എൻ്റെ പേര് രതീഷ് രവീന്ദ്രൻ എന്നാണ്. ഞാൻ CMFRയിലെ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ഡിവിഷനിലെ സീനിയർ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ CMFRയുടെ സ്ഥാപക ദിനമാണ് ഇന്ന്. ഫെബ്രുവരി 3, 1947, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സ്ഥാപകമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CMFRI. ഞങ്ങളുടെ 79ാമത് ഫൗണ്ടേഷൻ ഡേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പൺ ഡേ ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഓപ്പൺ ഡേ ഇങ്ങനെ ഈ ഒരു ദിവസമാണ് പബ്ലിക്കിന് വേണ്ടി നമ്മുടെ ഗവേഷണ സ്ഥാപനം, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലുള്ള ഒരു ഗവേഷണ സ്ഥാപനമാണ്. അതിന് പർട്ടിക്കുലർലി ഞങ്ങൾ ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലുള്ള 113 ഗവേഷണ സ്ഥാപനങ്ങളിൽ കടലിൽ റിസർച്ച് ചെയ്യുന്ന, മറൈൻ റിസർച്ച് ചെയ്യുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് CMFRI. അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ കൊച്ചിയിൽ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അപ്പം നിങ്ങൾ കാണുന്ന ഈ ബിൽഡിംഗ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് 11 നമ്മുടെ എല്ലാ കോസ്റ്റൽ സ്റ്റേറ്റ്സിലും CMFRIക്ക് റിസർച്ച് സെൻറ്ററുകളുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രൊജക്ട്സും പാൻ ഇന്ത്യ ലെവലിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സെയിം പരിപാടി ഞങ്ങളുടെ എല്ലാ സെൻറ്ററുകളിലും 11 റീജിയണൽ സെൻറ്റേഴ്സും 17 ഫീൽഡ് സ്റ്റേഷനുകളും നമുക്കുണ്ട്. എല്ലായിടത്തും ഇന്ന് ഓപ്പൺ ഡേ ആണ്. അപ്പോൾ അന്ന് പബ്ലിക്കിന് നമ്മുടെ ആക്ടിവിറ്റീസ് എന്താണ് CMFRI ചെയ്യുന്നത്, ഞങ്ങളുടെ കടലിലെ റിസർച്ച് എന്തൊക്കെയാണ്, അതിൻ്റെ ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണ്, ടെക്നോളജികൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം പബ്ലിക്കിനും സ്റ്റുഡൻസിനും അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പരിചയപ്പെടുത്തുക, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നമുക്ക് 6 ഡിവിഷനാണ് CMFRIക്കുള്ള. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഡിവിഷൻ മറൈൻ ബയോഡൈവേഴ്സിറ്റി, അതുപോലെ മാരികൾച്ചർ ഡിവിഷൻ ഉണ്ട്, ഷെൽഫിഷ്, ഫിൻഫിഷ്, പിന്നെ സോഷ്യോ എക്കണോമിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിവിഷൻ, മാരികൾച്ചർ കടലിൽ കൃഷി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിവിഷൻ. അപ്പോൾ ഈ എല്ലാ ഡിവിഷനുകളിലും അതാത് ഡിവിഷനിലെ ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജികളും അവർ കണ്ടുപിടിച്ചിട്ടുള്ള സംഭവങ്ങളും എല്ലാം പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്നിവിടെ വരുന്ന എല്ലാവർക്കും സ്റ്റുഡൻസിനും എന്ത് സംശയങ്ങൾ ചോദിച്ചാലും അത് ദൂരീകരിച്ച് കൊടുക്കുന്ന ഒരു ടീം ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ അതുപോലെ സ്റ്റുഡൻസ് ഇൻട്രാക്ഷനും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പർട്ടിക്കുലർ വിഷയങ്ങളിൽ ഞങ്ങളുടെ മാൻഡേറ്റിനകത്തുള്ള വിഷയങ്ങളിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന റിസർച്ച് ഫെലോസിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കാനും സയൻറ്റിസ്റ്റുമായിട്ട് സംവദിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു മറൈൻ മെഗാഫോണ മ്യൂസിയം ഞങ്ങൾ ഇവിടെ നിന്ന് അൺവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ മ്യൂസിയം ഉണ്ട്, നാഷണൽ പഴയ 10,000-ഓളം സ്പീഷീസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ മ്യൂസിയം നമുക്കുണ്ട്. പക്ഷേ ഒരു മെഗാഫോണ എന്ന് വെച്ചാൽ വലിയ ഓർഗാനിസത്തിൻ്റെ, വെയിൽ, ഡോൾഫിൻസ്, ഷാർക്ക്, അങ്ങനെയുള്ള ഓർഗാനിസത്തിന് വേണ്ടിയിട്ട് ഒരു മ്യൂസിയം നമ്മൾ പ്രത്യേകമായിട്ട് ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമ്മളൊരു വെയിലിൻ്റെ, ഒരു ബ്രൈറ്റ്സ് വെയിലിൻ്റെ സ്കെലട്ടൺ നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 14 മീറ്റർ വരുന്ന ഒരു വലിയ ബ്രൈറ്റ്സ് വെയിലാണ്. നമ്മുടെ ബ്ലൂ വെയിലിൻ്റെയൊക്കെ കാറ്റഗറിയിൽ, ബ്ലൂ വെയിലും ബ്രൈറ്റ്സ് വെയിലൊക്കെ വരുന്നത് ഈ ബലീൻ വെയിലിൻ്റെ കാറ്റഗറിയിലാണ്. ബലീനോപ്റ്ററിഡേ എന്ന് പറയും നമ്മൾ. ഈ പ്ലേറ്റ്സ്, ഇപ്പോൾ അവർക്ക് പല്ലുകളല്ല ഉള്ളത്, ബലീൻ പ്ലേറ്റ്സ് ആണ്, ഒരു കെരാറ്റിൻ സ്ട്രക്ചറാണ്. അത് വെച്ചിട്ടാണ് ഒരു ഫിൽട്ടർ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബലീൻ കാറ്റഗറിയിലുള്ള ഒരു വെയിലിൻ്റെ ബ്രൈറ്റ്സ് വെയിൽ, ബെല്ലോപ്റ്ററ എഡിനി എന്ന് പറയുന്ന സ്പീഷീസിലുള്ള, കോമൺലി പറയുന്നതാണ് ബ്രൈറ്റ്സ് വെയിലിന്, അതിൻ്റെ ഒരു സ്കെലട്ടൺ നമ്മൾ പെർമിഷനോട് കൂടി, ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് ആനിമൽസ് ആയതുകൊണ്ട് നമ്മളങ്ങനെ ഈ ആനക്കൊമ്പൊക്കെ വീട്ടിൽ കൊണ്ട് വയ്ക്കുന്ന പോലത്തുള്ള നിയമ പ്രശ്നങ്ങളുണ്ട് നമ്മൾ നേരെ എടുത്തുകൊണ്ട് വെച്ചാൽ, ഈവൻ ഗവേഷണ സ്ഥാപനത്തിലാണെങ്കിൽ പോലും. കാരണം ഇതിന് മാൻഡേറ്റ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ്, MIFCC ആണ്. അപ്പോൾ ആ മിനിസ്ട്രിയുടെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ കാലിക്കട്ടിൽ അടിഞ്ഞ ഒരു വെയിലിൻ്റെ കാർക്കാസ് നമ്മൾ അവിടെ തന്നെ ബെറി ചെയ്തു. 1 വർഷത്തിന് ശേഷം അവിടെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തു, അതിനെ ട്രീറ്റ് ചെയ്തു, ഡ്രൈ ചെയ്തു, പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഡാമേജ് ഉള്ളതൊക്കെ മെൻഡ് ചെയ്തിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്തിട്ട് ഇപ്പോൾ CMFRIയിൽ ഞങ്ങളുടെ മെഗാഫോണ മ്യൂസിയത്തിൽ ഇന്ന് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു നല്ല ഒരു ഡിപ്പിക്ഷനാണ് അവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായിട്ട് സയൻറ്റിഫിക് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന എല്ലാവർക്കും അത് വന്ന് കണ്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് അവയർനെസ്, ഈ സമുദ്ര സസ്തനികളുടെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ് ഒരുപാട് നമ്മളിവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആ പർട്ടിക്കുലർ മ്യൂസിയത്തിൽ ഈ സമുദ്ര സസ്തനികളുടെ സൗണ്ട് ഞങ്ങൾ ശേഖരിച്ചിട്ട് അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ പല ഫ്രീക്വൻസിയിലും പല വേവ് ലെങ്തിലുമാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ വെയിൽസൊക്കെ, നമ്മൾ ഈ ബലീൻ വെയിൽസും ബ്ലൂ വെയിലും ബ്രൈറ്റ്സ് വെയിലും ഒക്കെ ഹൈ വേവ് ലെങ്ത്, ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100 കണക്കിന് കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യാനുള്ള ഇതുണ്ട് ആ സൗണ്ട് വേവ്സിന്. അപ്പോൾ പക്ഷേ ഡോൾഫിൻസിനാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഉള്ള വേവ് ലെങ്ത് കുറഞ്ഞ, നേരത്തെ പറഞ്ഞത് വെയിലുകളുടെ, ബലീൻ വെയിൽസിൻ്റെ ഹൈ വേവ് ലെങ്ത്, ലോ ഫ്രീക്വൻസി, ഡോൾഫിൻസിൻ്റെയൊക്കെ ഹൈ ഫ്രീക്വൻസി, ലോ വേവ് ലെങ്ത്. അപ്പോൾ അങ്ങനെയുള്ള സൗണ്ടുകൾ എല്ലാത്തിനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോ വെയിലിൻ്റെയും സൗണ്ടുകൾ എങ്ങനെയാണ്, അവർക്ക് ക്ലിക്സ്, വിസിൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ഓരോ സമയത്ത് ഓരോ സൗണ്ടാണ്. അതിപ്പോൾ യങ്ങോണായിരിക്കുമ്പോൾ അവരുടെ സ്റ്റേജ് അനുസരിച്ച് സൗണ്ട് മാറും. യങ്ങോണായിരിക്കുമ്പോൾ വേറൊരു സൗണ്ട് ആയിരിക്കും, അഡൾട്ട് ആകുമ്പോൾ നമ്മളെ പോലെ തന്നെ സൗണ്ട് മാറും. പിന്നെ ഒരു ഫീഡിങ്ങിന് പോകുമ്പോൾ വേറെ ഫീഡിങ് കോൾസ് വേറെ ആയിരിക്കും, ഒരു ഇണതേടി പോകുമ്പോൾ വേറൊരു കോളായിരിക്കും, പ്ലേഫുൾ ആയിരിക്കുമ്പോൾ വേറെ കോളായിരിക്കും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സൗണ്ടുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട് മറൈൻ മാമൽസിൻ്റെ. ആ പ്രൊജക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജികൾ, ഡ്രോൺസും അണ്ടർ വാട്ടർ ഇമേജസും അണ്ടർ വാട്ടർ
വെഹിക്കിൾസും അതേപോലെ ഞങ്ങളുടെ വെസൽ ബേസ്ഡ് ലൈൻ ട്രാൻസിക് സർവേയുടെ ഒരു മോഡൽ, അതിൻ്റെ വീഡിയോസ്, ഇതൊക്കെ ഞങ്ങൾ ആളുകൾക്ക്, സ്റ്റുഡൻസിനും അതേപോലെ പബ്ലിക്കിനും ഒരു അവയർനെസ് പോലെ അല്ലെങ്കിൽ അവർക്കൊരു അറിവിന് വേണ്ടിയിട്ടായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലിൽ പോകുമ്പോൾ മറൈൻ മാമൽ സർവേക്ക് വേണ്ടി പോകുമ്പോൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ലൈക്ക് അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യാനും അതിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലിനോമീറ്റർ, ലേസർ റേഞ്ച് ഫൈൻഡർ, അങ്ങനെയുള്ള പല എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ്, അതിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക, അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ ബൈനോക്കുലേഴ്സ്, നല്ല റേഞ്ചുള്ള ഒരു ബിഗായി ബൈനോക്കുലേഴ്സ് ഉണ്ട് നമുക്ക്. അത് ഏകദേശം 10 to 12 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച് കടലിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയാണ് ഈ കഴിഞ്ഞ വട്ടത്തിൽ നിന്ന് വേറിട്ട് നിന്ന് ഈ വർഷം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ. മറൈൻ മെഗാഫോണ മ്യൂസിയം. അതല്ലാതെ മറ്റ് ഡിവിഷൻ, ഇപ്പോൾ ഞങ്ങളുടെ മാരികൾച്ചർ ഡിവിഷൻ ഉണ്ട്. ആ ഡിവിഷനിലാണെങ്കിൽ ഇപ്പോൾ CMFRA കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏകദേശം 12ഓളം ഫിൻ ഫിഷുകൾ, നല്ല കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള മീനുകൾ, കഴിക്കാൻ പറ്റുന്ന കോബിയ, പൊമ്പാനോ, ട്രവല്ലി പോലെയുള്ള മീനുകളെ പ്രജനനം ബ്രീഡ് ചെയ്ത് അതിൻ്റെ മൊത്തം പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ അതിനെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി, കുഞ്ഞുങ്ങളെ വളർത്തി അതിനെ കേജിലിട്ട് വളർത്തുന്നിടം വരെ മറൈൻ കേജസ് ആണ് ഞങ്ങൾ പറയുന്നത്. ഒരു 6 മീറ്റർ മുതൽ 15 മീറ്റർ വരെ കേജ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. HDP കേജസ്, അത് കടലിൽ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ മൂറിങ്, അതിനെങ്ങനെ വിത്തുൽപാദനം, അതുപോലെ എങ്ങനെ ഇതൊക്കെ ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസ് ആയിട്ട് ഫാമേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ സ്പീഷീസിൻ്റെയും. അതുപോലെ തന്നെ കടൽ പായൽ കൃഷി ഇപ്പോൾ ഗവൺമെൻറ് വളരെ ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയയാണ്. അപ്പോൾ കടൽ പായൽ കൃഷിയുടെ പല സാങ്കേതിക വശങ്ങൾ, എങ്ങനെയൊക്കെ കൃഷി ചെയ്യാം, ഇപ്പോൾ ട്യൂബിനെറ്റ് കൾച്ചർ, അതുപോലെ ലൈൻ കൾച്ചർ, അപ്പോൾ അതൊക്കെ അതുപോലെ IMDA എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് മൾട്ടിട്രോഫിക് അക്വാകൾച്ചർ, ഈ കടൽപ്പായലും മീനും കൂടി ഒരുമിച്ച് വളർത്തുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ടെക്നോളജികളൊക്കെ ഗവൺമെൻറ് കുറേ അഡോപ്റ്റ് ചെയ്തിട്ട് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള സ്കീമുകൾ വഴി ഗവൺമെൻറ് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതുമായിട്ട് താല്പര്യമുള്ള എൻ്റർപ്രണേഴ്സിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പബ്ലിക്കിന് ഇതിനുള്ള സാധ്യതകളും കൂടി പരിചയപ്പെടുത്തുന്ന ഒരു വെന്യൂവായിട്ടാണ് ഞങ്ങൾ ഈ ഓപ്പൺ ഡേ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പോൾ മാരികൾച്ചർ പറഞ്ഞ പോലെ തന്നെ മറ്റ് ഡിവിഷനുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ബയോടെക്നോളജി ഡിവിഷനിലാണെങ്കിൽ ഈ കടൽപ്പായൽ പോലെയുള്ള മറൈൻ പ്രൊഡക്ട്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഇപ്പോൾ നമ്മൾ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, അപ്പോൾ അങ്ങനെയുള്ള കുറേ മരുന്നുകൾ കടൽപ്പായലുകളിൽ നിന്ന് തന്നെ CMFRA ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എങ്ങനെയാണ് അതിൻ്റെ മെത്തഡോളജി താല്പര്യമുള്ളവർക്ക് ഇനിയും വന്നിട്ട് പഠിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. ഇന്നത്തെ ദിവസം മാത്രമാണ് പബ്ലിക്കിന് വേണ്ടി നമ്മൾ തുറന്നിട്ട് ഓപ്പൺ ആക്കിയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. മറ്റ് ദിവസങ്ങളിൽ താല്പര്യമുള്ള റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇവിടെ വന്ന് പെർമിഷനോട് കൂടി നമ്മുടെ ലാബുകളിൽ സന്ദർശിച്ച് ഇതൊക്കെ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഞങ്ങളുടെ പല ഡിവിഷനിലും നടക്കുന്ന ആക്ടിവിറ്റീസ് പരിചയപ്പെടുത്താനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഞങ്ങൾ ഈ ഓപ്പൺ ഡേ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫൗണ്ടേഷൻ ഡേയുടെ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണിത്. അപ്പോൾ ഇന്ന് February 3 ഞങ്ങളുടെ സ്ഥാപക ദിനം, ഫൗണ്ടേഷൻ ഡേ ആയതുകൊണ്ടാണ് ഇന്ന് ഫുള്ള് പബ്ലിക്കിനെ ഞങ്ങൾ അലൗ ചെയ്യുന്നത്. അല്ലെങ്കിൽ അറിയാമല്ലോ, ഇത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരുപാട് പേര് വന്നാൽ ഞങ്ങളുടെ റിസർച്ചുകൾ അങ്ങനെ സ്മൂത്തായിട്ട് നടക്കില്ല. എല്ലാ ദിവസവും ആളുകൾ ഒന്ന് സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്താറുണ്ട്, ടാർഗറ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ് നടത്താറുണ്ട്. ആ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ അഡ്വർടൈസ് ചെയ്യാറുണ്ട്. അന്നൊക്കെ എല്ലാവർക്കും വന്നിട്ട് പങ്കെടുക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ മ്യൂസിയം, ഞങ്ങളുടെ അക്വേറിയം കോംപ്ലക്സുകൾ, CMFRAയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമല്ല ഞങ്ങളുടെ സെൻറ്ററുകളിലൊക്കെയുള്ള മ്യൂസിയങ്ങളും ഞങ്ങളുടെ അക്വേറിയം കോംപ്ലക്സുകളും ഒക്കെ പബ്ലിക്കിന് ഓപ്പൺ ആണ്. ഒരു ചെറിയ നോമിനൽ ചാർജാണ്. ബാക്കി ദിവസം ഇന്ന് ഫ്രീ ആണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 10 രൂപയാണ് ഞങ്ങളുടെ ഈ ഫെസിലിറ്റികൾ കയറി കാണുന്നതിനുള്ള ചാർജായിട്ട്. മ്യൂസിയം നല്ല മനോഹരമായ മ്യൂസിയങ്ങളാണ് നമുക്കുള്ളത്. ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ ബാക്കിൽ മറൈൻ മെഗാഫോണെ അല്ലാതെ കോറലുകളുടെയും സീഗ്രാസ്, സീവീഡും കുറേ ഡീപ് സീ ഫിഷസ്, അല്ലാത്ത ഫിഷുകളുടെയും ക്രസ്റ്റേഷ്യൻസിൻ്റെയും മുളസ്കൻസിൻ്റെയും ഒക്കെ വളരെ വലിയ ശേഖരം ഞങ്ങളുടെ മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ എല്ലാ ദിവസവും പബ്ലിക് ആളുകൾക്ക് വരാവുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ മെയിൻ്റനൻസ് ഫീസായിട്ട് ചെറിയൊരു എമൗണ്ട് 10 രൂപ വെച്ചിട്ട് അത് കളക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന് പക്ഷേ എന്തോ കൺസെഷൻ ഉണ്ട്, ഗ്രൂപ്പ് സ്കൂളിൽ നിന്ന് വരികയാണെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നതാണ്. അതല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന കുറച്ചുകൂടി സീനിയർ വിദ്യാർത്ഥികൾക്ക്, മാസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന PhD ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുമായിട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കടലിലെ മീനുകളെക്കുറിച്ച്, കടലിലെ പരിസ്ഥിതിയെക്കുറിച്ച്, കടലിലെ പല കോറൽ എക്കോസിസ്റ്റം, സീഗ്രാസ്, അതുപോലെ മീനുകളുടെ ബ്രീഡിങ്, അതുപോലെ ഈ കടൽപ്പായലിൻ്റെ കൃഷി, കടൽപ്പായലിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കടൽപ്പായലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതെങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ ബയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ്
സ്റ്റഡി ചെയ്യുന്നത്, അങ്ങനെയുള്ള പല പല മേഖലകളാണ് ഉള്ളത്. അപ്പോൾ അതുമായിട്ട് പിന്നെ മറൈൻ പൊല്യൂഷൻ, അത് മറ്റൊരു മേഖലയാണ്. മറൈൻ ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെൻ്റ് ചെയ്യുക, കടലിനടിയിലുള്ള ജൈവ വൈവിധ്യം. ഇപ്പോൾ സീമഫാറി തന്നെ ഒരു 250-250ഓളം പുതിയ സ്പീഷീസ് ന്യൂ ടു സയൻസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ എല്ലാ ഡേയിലും ആളുകൾ വന്ന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിലേക്കൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സീമഫാറിൽ എന്നും വന്ന് ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് സംസാരിച്ച് ഇതുമായിട്ടുള്ള സംശയ ദൂരീകരണവും അതുപോലെ റിസർച്ചിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞങ്ങളിവിടെ കുസാറ്റും കുഫോസും ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ടൈപ്പ് ഉണ്ട്. ഞങ്ങളെല്ലാം ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അവിടുത്തെ റെക്കഗ്നൈസ്ഡ് ഗൈഡാണ്. അപ്പോൾ അവിടുന്ന് കുട്ടികൾ ഇവിടെ റിസർച്ച് ചെയ്യാറുണ്ട്, PhDയും മാസ്റ്റേഴ്സും ഒക്കെ ഇവിടെ സ്റ്റുഡൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് അതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് ഇവിടെയുണ്ട്.